Hi dears, welcome to my YouTube channel. Standard 7 Social Science 7th chapter From Food Production to Food Security. ഭക്ഷ്യ ഉൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് കാണുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചിത്രങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? മിനറൽസ് അഥവാ ധാതുക്കൾ, അവ ഖനനം ചെയ്തെടുക്കുന്ന സൈറ്റുകളുമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. വാട്ട് ആർ മിനറൽസ്? എന്താണ് ധാതുക്കൾ? Minerals are metallic and non-metallic compounds found in the Earth's crust. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് എന്ത്? ധാതുക്കൾ. ധാതുക്കൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? Where do we get these from? ധാതുക്കളെ നമുക്ക് ലഭിക്കുന്നത് ഭൂവൽക്കത്തിലെ പാറകളിലും ശിലകളിൽ നിന്നുമാണ്, അതായത് റോക്സ് ആൻഡ് സ്റ്റോൺസ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ് ആൻഡ് സിന്നബാർ ആർ മെറ്റാലിക് മിനറൽസ്. Many of these are used in the industrial manufacture of metals. Mica, diamond, silica or sand, etc. are non-metallic minerals, while coal and petroleum are fuel minerals. എന്താണ് ഇവിടെ പറയുന്നത്? ലോഹധാതുക്കളാണ് ഏതൊക്കെയാ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ. അലോഹധാതുക്കൾ ഏതെല്ലാമാണ്? മൈക്ക, വജ്രം, സിലിക്ക. ഇനി ഇന്ധനധാതുക്കളാണ് കൽക്കരി, പെട്രോളിയം. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, എക്സാമിന് എക്സാമ്പിൾസൊക്കെ ചോദിക്കാം. ഇനി എന്താണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ? വാട്ട് ആർ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്? മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആർ those that utilize minerals as major raw materials. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. Iron ore industry is the largest mineral based industry in the country. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഓർത്തു വെക്കണേ. It is the backbone of the industrial sector and is known as the primary industry. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നു. ഏതാണ് പ്രാഥമിക വ്യവസായം എന്നറിയപ്പെടുന്നത്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇമ്പോർട്ടൻറ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, കോപ്പർ ഇൻഡസ്ട്രി, അലൂമിനിയം ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി ആൻഡ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. അതായത് ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം, സിമൻറ്റ് വ്യവസായം, വളം വ്യവസായം. നെക്സ്റ്റ്, ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. മിനറൽസ് യൂസേജ്. ഹേമറ്റൈറ്റ്, manufacture of iron bars. Silica or sand, glass making. Bauxite, aircraft and electrical equipment. Diamond, jewelry making. Coal, railway, iron and steel production. Petroleum, transportation and electricity. ഹേമറ്റൈറ്റ് എന്ന ധാതു ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സിലിക്ക അഥവാ മണൽ ഗ്ലാസ് നിർമ്മാണത്തിനും, ബോക്സൈറ്റ് വിമാനം വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും, വജ്രം ആഭരണ നിർമ്മാണത്തിനും, അതുപോലെ കൽക്കരി, തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം, പെട്രോളിയം, ഗതാഗതം, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യ ലബ്ധിയോടനുബന്ധിച്ചും
ഇന്ത്യൻ കാർഷിക മേഖല ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. അവയിൽ പ്രധാനമായ രണ്ടെണ്ണമാണ് ദ ലാൻഡ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്, ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി. അടുത്ത ഭാഗം നോക്കൂ, ഒന്ന് വായിക്കാം. At the time of our independence, the agricultural sector was facing various problems. To solve the crisis, land reforms and green revolution were implemented in independent India. As part of the land reform, a limit was set of the possession of land a person could own. The land above that limit was known as surplus land. It was taken over by the government and distributed to the landless peasants and tenants. As a result, agricultural production increased. Kerala became a model for India by becoming one of the first states to implement the Land Reforms Act. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. നമ്മൾ മുന്നേ പഠിച്ചു, സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ കാർഷിക മേഖലയിൽ ചില പ്രശ്നങ്ങൾ രൂപം കൊണ്ടു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് 2 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഏതൊക്കെയാണത്? ഭൂപരിഷ്കരണം, അതുപോലെ ഹരിത വിപ്ലവം. എന്താണ് ഭൂപരിഷ്കരണം എന്ന് നമുക്ക് നോക്കാം. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. ഭൂപരിഷ്കരണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുണ്ടായി? ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് എന്ത് നിശ്ചയിച്ചു? പരിധി നിശ്ചയിച്ചു. ഇനി ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അപ്പോൾ അധികമുള്ള ഭൂമി എന്ത് ചെയ്തു? ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഭൂരഹിതർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അങ്ങനെ കാർഷിക ഉൽപ്പാദനം ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായിട്ട് കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കാരണം എന്താ? കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് എന്ത് ലഭിച്ചു? ഭൂമി ലഭിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ഏത് മാറി? കേരളം മാറി. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇനി ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്താണെന്ന് നോക്കാം. ദ ഗ്രീൻ റവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈലി ഈൽഡിംഗ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, pesticides, new technologies, loans at low interest rates, and scientific irrigation. Among food grains, the result of Green Revolution was first visible in wheat production. Hence, it is also called wheat revolution. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ
എന്താണ് ഹരിത വിപ്ലവം എന്ന് മനസ്സിലായല്ലോ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയായിരുന്നു ഏത്? ഹരിത വിപ്ലവം. ഇനി ഏത് ഭക്ഷ്യധാന്യമാണ് ആദ്യഘട്ടത്തിൽ നേട്ടം കണ്ടത്? ഗോതമ്പ്. അതുകൊണ്ട് ഹരിത വിപ്ലവത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ഭാഗം നോക്കൂ. ദ ഫാദർ ഓഫ് ദി ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ Dr. M.S. Swaminathan was born on August 7, 1925 in Kumbakonam, Tamil Nadu. He served as the first director of the Indian Council of Agricultural Research. Though 70% of the population were farmers, our country was still importing food grains. To find a solution to this problem, Dr. M.S. Swaminathan, in collaboration with Norman E. Borlaug, implemented Green Revolution. As a result, production increased by 5 million tons over the previous harvest. Following this, India became self-sufficient in food production. He played the leading role in these achievements and was honored by the nation with Padma Shri, Padma Bhushan and Bharat Ratna. He passed away on 28 September 2023 in Chennai. Who is the father of Indian Green Revolution? ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഡോക്ടർ M.S. സ്വാമിനാഥൻ. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തമിഴ്നാട്ടിലെ കുംഭകോണത്ത് 1925 ആഗസ്റ്റ് 7 അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ഫസ്റ്റ് ഡയറക്ടറും ആയിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് 70% ജനങ്ങൾ 70% ഓഫ് പീപ്പിൾ എന്താണ് കൃഷി ചെയ്തിട്ടും നമ്മൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി M.S. സ്വാമിനാഥൻ എന്തു ചെയ്തു? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ആരാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഇപ്പോൾ മുന്നേ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് ഇവിടെ ചോദിച്ചത്. ആരാണ്? നോർമൻ ഇ ബോർലോഗ്. അമേരിക്കക്കാരനായ നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ചിട്ട് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. ഇതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദനം വളരെയധികം കൂടുകയും ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. രാജ്യം M.S. സ്വാമിനാഥന് പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന അവാർഡുകൾ നൽകിയിട്ട് ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 ചെന്നൈയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ, പരിമിതികൾ. നേട്ടങ്ങൾ നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. ഇനി നമുക്ക് എന്ത് എഴുതി ചേർക്കാം? തൊഴിലവസരങ്ങളുണ്ടായി, അല്ലേ? അതുപോലെ കാർഷിക വ്യവസായവൽക്കരണം. പരിമിതികൾ എന്തൊക്കെയാണ്? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. കൃഷിക്ക് കൂടുതൽ ജലം ഉപയോഗിച്ചതുകൊണ്ട് എന്തുണ്ടായി? ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. രാസവളങ്ങളും കീടനാശിനികളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് എന്തുണ്ടായി? മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? ജൈവ വൈവിധ്യ നഷ്ടം, അല്ലേ? എല്ലാ വിളകളും കൃഷി ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജൈവ വൈവിധ്യ നഷ്ടം, അതുപോലെ അസമത്വങ്ങൾ വർദ്ധിച്ചു. ഇതൊക്കെ പരിമിതികളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇംഗ്ലീഷ് പാർട്ട് നോക്കൂ. ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്.
ensured self-sufficiency in food. The price of food grains dropped. The black marketing and hoarding of food grains declined. Limitations. Due to excessive use of water, groundwater level decreased drastically. Excessive use of fertilizers and pesticides reduced natural fertility of the soil. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ നോർമൻ ബോർലോഗിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞു. എങ്കിലും ടെക്സ്റ്റിലെ ഈ ഭാഗം ഒന്ന് വായിക്കാം. നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ഈസ് ദ ഫാദർ ഓഫ് ദി ഗ്രീൻ റവല്യൂഷൻ ദാറ്റ് സേവ്ഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം സ്റ്റാർവേഷൻ അറൗണ്ട് ദി വേൾഡ്. He was born on 25 March 1914 in USA and believed that freedom and hunger was the first step towards peace. He received the Nobel Peace Prize in 1970. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ആര്? നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു.